ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടൊരു മീൻകറിയാണ്, തേങ്ങ അരച്ച് വെച്ച മീൻകറി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഞാൻ മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനൊരു 1/2 kg കിങ് ഫിഷിലാണ് ഈ കറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇടാം. ഇപ്പോൾ സ്റ്റവ് ഓണാക്കരുത്, ഞാൻ ഓണാക്കാണ്ട് തന്നെയാണ് ചട്ടി വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇട്ടത് വലിയൊരു തക്കാളിയാണ്. വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും പിന്നെ 3 പച്ചമുളക് നീളത്തിൽ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നോർമൽ പുളിയാണ്, കുടംപുളിയല്ല. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് എങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് അത് പിഴിഞ്ഞ് പുളിയുടെ വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. പുളിയുടെ ടേസ്റ്റ്, പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം പുളി ഒഴിക്കാം. നമ്മൾ ഒരുപാട് പുളി ഒഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലോണം കൈകൊണ്ട് തിരുമണം കേട്ടോ. അപ്പോൾ എരിവ് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത്. കൈകൊണ്ട് തിരുമണമെന്നാണ് ടേസ്റ്റ്. ഓക്കെ, നന്നായിട്ട് ഇത് ഉടച്ച് നല്ലോണം വെള്ളം പോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞ കളറാവും. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊരു 1.5 ടീസ്പൂണെങ്കിലും ഇട്ടോളൂ, ബിക്കോസ് എൻ്റെ മുളക് പൊടി ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടത്, കുറച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത മസാലപ്പൊടികളും തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സി മുഴുവൻ നമ്മൾ മിക്സിയിലത്തെ സൈഡിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം, കറി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മളിനി നന്നായി തിളപ്പിച്ച് മീനൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1.5 കപ്പ് 2 കപ്പോളം വെള്ളം വേണം. കാരണം നമ്മൾ മീൻ വെന്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യണത് ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. തിളപ്പിച്ച ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കറിയുടെ കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിങ് ഫിഷാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/2 kg വരും, വലിയ കിങ് ഫിഷാണ്. അതുകൊണ്ട് ഞാൻ അതിനെ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ചെറിയ പീസസ് ആയിട്ടാണ് കറിയിൽ കിടക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഫുൾ പീസസ് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം, നോ പ്രോബ്ലം. അടച്ച് വെച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മീൻ ഒരുപാട് വലിയ പീസസ് അല്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചാറും നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച ശേഷം ഈ ആവശ്യമായ കറി നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി വേണ്ട, ഞങ്ങൾ ഒരൊറ്റ നേരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ച് വേണം നമുക്ക് വേവിക്കാൻ. നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചുള്ള കുറുകി വരുമ്പോൾ നമുക്ക് മീൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചാറ് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് താളിക്കാം. അപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ നിർത്താൻ പോകുന്നത്. കാരണം ഇത് ഒന്ന് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഒന്നുകൂടി കുറുകി വരും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് മീൻ കറിക്കൊരു ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. കുറച്ച് അധികം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതുവരെ അതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. മുകളിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 4 to 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്.
അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അത്രയും വേണ്ട, ഒരു പിഞ്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ പൊടി ഉള്ളവർക്ക് നേരത്തെ ആ മസാലയുടെ കൂടെ പൊടി ഇട്ടാലും മതി. പക്ഷേ ഞാൻ ഫുള്ള് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും നോ പ്രോബ്ലം. കുറച്ച് ചെറിയുള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 10 ചെറിയുള്ളി, ഏകദേശം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ചെറിയുള്ളി നീളത്തിലരിഞ്ഞ് നന്നായിട്ട് വഴറ്റി ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റണം. ആക്ച്വലി ഇതിലേക്ക് ഇനി കറിവേപ്പില കൂടി ഇടണം. ഞാൻ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കറിവേപ്പില തീർന്നു പോയി. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. നിങ്ങൾ കറിവേപ്പില ഇടണം, അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ബ്രൗൺ കളർ ആയ ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കേണ്ടത്. സോറി, കറിവേപ്പില കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഇനി താളിച്ചത് കൂടി മുകളിൽ ഒഴിച്ച ശേഷം ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴും മീൻകറി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour ബിഫോറെങ്കിലും ഉണ്ടാക്കി വെച്ചാലാണ് അത് ഇരുന്ന് ടേസ്റ്റ് വരുള്ളൂ. അതിന് കൂടുതൽ നേരത്തെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നല്ല സിമ്പിളാണ്, നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.